ചേച്ചി ഒരു ബിസ്ക്കറ്റ് വേണം. തൽക്കാലം ഈ ബിസ്ക്കറ്റ് മതി. ഈ ബിസ്ക്കറ്റ് മതി അവന്. വേഗം സെറ്റി. ബാങ്കുമായിട്ട് അവൻ ക്യാഷ് കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് അവനെ പോക്കണം. ഇതിപ്പോൾ കഴിയും. സംസാരിച്ചു തുടങ്ങിയാൽ എനിക്ക് അവനെ ഒരു 5 മിനിറ്റ് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. മതി, 5 മിനിറ്റിൻ്റെ ധാരാളമായി. ചേട്ടാ ഹായ്. ഹായ്. എന്നെ മനസ്സിലായോ? ഇല്ല. ചേട്ടൻ്റെ പേര് ആദർശ് എന്നല്ലേ? അതെ. കുട്ടിയുടെ പേരെന്താ? നയന. വൈക്കത്തല്ലേ വീട്? അതെ. എൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, പക്ഷെ കുട്ടി എനിക്ക് മനസ്സിലായില്ല. ചേട്ടാ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാലും അല്ലെങ്കിൽ ഒന്ന് ആലോചിക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും ആലോചിച്ചത്. ചേട്ടനെ പുറത്തുനിന്ന് കാക്കയാന്ന് തോന്നുന്നത്. ഷർട്ട് മൊത്തം നശിപ്പോയി. എനിക്കാണ് കോട്ടയം വരെ അത്യാവശ്യമായിട്ട് പോകേണ്ടത്. അതിനിപ്പോ എന്താ ചേട്ടാ, അവിടെ പൈപ്പ് ഉണ്ട്, അവിടെ പോയി കഴുകിക്കോ. ആ ഓ ശരി ശരി. അല്ല അപ്പൊ എന്റെ ഈ ബാഗ് അത് ഞാൻ പിടിച്ചോളാം. ബാഗ് സൂക്ഷിച്ച് പിടിക്കണേ. അത് ഞാൻ നോക്കിക്കോളാം. കൊച്ചവിടെ എന്നെ പറ്റിച്ചല്ലേ? പേയ്മെന്റ് ക്യാഷ്. എവിടെ പോണ ചേട്ടാ? നിങ്ങളാരാ? നിങ്ങൾ ആരാണെന്നല്ലേ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് എൻ്റെ ബാഗ് അടിച്ചു മാറ്റാൻ? ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷാ, അതും അടിച്ചു മാറ്റാൻ നോക്കണം. ഇവിടം വരെ എല്ലാം ശരിയാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അതിന് മാഡം ഒന്ന് പുറകിലോട്ട് നോക്കിയേ. നിങ്ങൾ എന്താ വിചാരിച്ചേ ഞങ്ങൾ മണ്ടന്മാരാണെന്നാ? ഇത് കണ്ട, നിങ്ങൾ ഈ ഏരിയ നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ചുണ്ടല്ലോ, ഞങ്ങൾക്ക് വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസമായി എല്ലാത്തിനെയും തിരക്കി നടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും പിടിക്കുമ്പോൾ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് പിടിക്കണമല്ലോ, അപ്പോഴാണല്ലോ അതിലൊരു ത്രില്ലുള്ള. ഇനി മക്കൾ പറ, ഞങ്ങളാണോ കഷ്ടപ്പെട്ട് അതോ നിങ്ങളാണോ കഷ്ടപ്പെട്ടതെന്ന്? അതൊക്കെ ഒരു സ്റ്റേഷനിൽ വന്ന് നല്ല വ്യക്തമായിട്ട് പറയുന്നത്. ബാ പോ, നടക്ക്. ഇങ്ങോട്ട് വാടോ. എന്താണ് നിന്ന് താളം ചവിട്ടുന്നത്? നടക്കാൻ കണ്ട്.